ഇന്ന് അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടായ ഉയർന്നെടുത്തിരിക്കുന്ന ഭീതിയാണ്. കോഴിക്കോട്ട് ഒരു കുട്ടിക്ക് കൂടി ഇത്തരത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ആ വാർത്തയിലേക്കൊന്ന് പോകണം. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. തിക്കൊടി പള്ളിക്കര സ്വദേശിയായ 14-കാരനാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 3 കുട്ടികളാണ് കോഴിക്കോട്ടെ ആശുപത്രികളിൽ മരിച്ചത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, പല മുന്നറിയിപ്പുകളുണ്ട്. അതായത് ഈ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങൾ, മാലിന്യം കറന്ന സ്ഥലങ്ങളിലൊക്കെ കുളിക്കരുത് കുട്ടികൾ. സ്വാഭാവികമായും ഈ ബാക്ടീരിയ അടക്കം കുട്ടികളിലേക്ക് പ്രവേശിക്കുന്നത് വലിയൊരു പ്രശ്നമായി മാറുന്നുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിക്ക് കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്? കൂടുതൽ ആളുകൾ നിരീക്ഷണത്തിലാക്കേണ്ട സാഹചര്യമുണ്ടോ? രഞ്ജിത്ത്, കഴിഞ്ഞ 5 ദിവസമായി ഈ കുട്ടി കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ഈ കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ പുറത്ത് വിശദമായ പരിശോധന, സർക്കാർ തലത്തിലെ വിശദമായ പരിശോധനകൾ നടത്തുകയും ഫലം വരികയും ചെയ്തത് ഇന്നലെയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ രോഗം തിരിച്ചറിഞ്ഞ് ഈ രോഗത്തിന് പര്യാപ്തമായ രീതിയിലുള്ള ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നു. ആദ്യ ദിനങ്ങളിൽ അതീവ ഗുരുതരമായ അവസ്ഥയിൽ തന്നെയായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെയായിരുന്നു. എന്നാൽ ആ കുട്ടിയുടെ ആരോഗ്യനിലയിൽ വലിയ ആശാവഹമായ പുരോഗതി ഉണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. നമുക്കറിയാം, സാധാരണഗതിയിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു പരിധിയിൽ കഴിഞ്ഞാൽ, അതിൻ്റെ കാഠിന്യമേറിയാൽ പിന്നീട് കുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടിരുന്നത് അങ്ങേയറ്റം ദുഷ്കരമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസമാണ് ഫറൂഖ് സ്വദേശിയായ 14-കാരൻ മരണത്തിന് കീഴടങ്ങിയത്. ഇതിനു മുമ്പ് 2 പേർ കൂടി, മലപ്പുറം സ്വദേശിയായ ഒരു പെൺകുട്ടിയും കണ്ണൂർ സ്വദേശിയായ കുട്ടിയും, ഇവർ 2 പേരും മരണത്തിന് കീഴടങ്ങിയിരുന്നു. കേവലം 1.5 മാസത്തിൽ 3 കുരുന്നുകളുടെ ജീവൻ നമുക്ക് ഈ രോഗവുമായി നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ തികച്ചും ആശാവഹമായ കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഈ തിക്കൊടി സ്വദേശിയാണ് ഈ കുട്ടി. വടകര ഭാഗത്തു നിന്നും, പയ്യോളി ഭാഗത്തു നിന്നുള്ള മറ്റൊരു കുട്ടിയെ കൂടി ഈ രോഗലക്ഷണങ്ങളോടുകൂടി കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ ആ കുട്ടിക്ക് രോഗമില്ല എന്നും രോഗലക്ഷണങ്ങൾ വളരെ ചെറുതായി മാത്രമേ, മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട, അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങളല്ല എന്ന് കണ്ടെത്തുകയും തിരിച്ചു വിടുകയും ആശുപത്രിയിൽ നിന്ന് വിടുകയും ചെയ്തിരുന്നു. അങ്ങനെ നിലവിൽ ഒരു കുട്ടി മാത്രമാണ് ഇപ്പോൾ ഈ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ആ കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നു. മികച്ച രീതിയിൽ ചികിത്സ മുന്നോട്ട് പോകുന്നു. നേരത്തെ ഫറൂഖ് സ്വദേശിയായ കുട്ടിയുടെ ചികിത്സാ സമയത്ത് തന്നെ വിദേശത്തും ഇത് സംബന്ധിച്ച മരുന്ന് ഇറക്കുമതി ചെയ്യുകയും ജർമ്മനിയിൽ നിന്ന് എത്തിച്ച മരുന്ന് കുട്ടിക്ക് നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതടക്കം ഉപയോഗിച്ചുള്ള ചികിത്സാ രീതികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് പ്രത്യേകമായ മരുന്നുകളില്ല. ഈ രോഗങ്ങളുടെ ലക്ഷണങ്ങളോടുമായി ബന്ധപ്പെട്ടാണ് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത്. പനിയോ ചുമയോ അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ മസ്തിഷ്ക ജ്വരത്തിൻ്റെ രോഗലക്ഷണങ്ങൾ, ഇവയ്ക്കുള്ള ചികിത്സയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സർക്കാർ തലത്തിൽ ഇതിനൊരു നടപടിക്രമം, പെരുമാറ്റച്ചട്ടം, സിസ്റ്റംസ് ഓഫ് പ്രൊസീഡിങ്സ് നിലവിൽ വരുത്തുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ കുട്ടി കുളിച്ച ഇടത്തെ, ഈ തിക്കൊടിക്കടുത്തുള്ള കൊയിലാണ്ടി നഗരസഭയിലെ ഒരു പൊതുകുളത്തിലാണ് കുളിച്ചത്. കീഴൂർ ഭാഗത്ത് ആ കുളം ശുചീകരിക്കുന്നതിനുള്ള നടപടികൾ ചെയ്യുകയും അണുവിമുക്തമാക്കുകയും ചെയ്തിരുന്നു. ഒപ്പം ഈ കുളത്തിൽ കുളിച്ച മറ്റ് ആളുകളുടെ പട്ടിക ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ശേഖരിക്കുകയും അവരെ നിരീക്ഷണത്തിലാക്കുകയും ചെയ്തു. അവർക്കാർക്കെങ്കിലും രോഗലക്ഷണം ഉണ്ടെങ്കിൽ ഉചിതമായ സമയത്ത് ചികിത്സ തേടുന്നതിനുള്ള ക്രമീകരണം ചെയ്യുകയും ചെയ്തു. മറ്റൊന്ന്, ഒരു രോഗിയിൽ നിന്നും മറ്റൊരു രോഗിയിലേക്ക് പകരുന്ന രോഗമല്ല ഇത്. അതുകൊണ്ട് തന്നെ പ്രാദേശിക തലത്തിൽ ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കി ബോധവൽക്കരണ പരിപാടികളും മറ്റും പ്രാദേശിക ഭരണകൂടങ്ങളുടെയും ആരോഗ്യവകുപ്പിൻ്റെയും നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. ഈ രോഗബാധ വന്ന ഫറൂഖ് അടക്കമുള്ള ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം ഈ സംവിധാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ജലാശയങ്ങൾ വഴിയാണ് ഈ രോഗം പകരുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കുട്ടികൾ വഴിയാണ് രോഗം പകരുകയും ചെയ്യുന്നത്. അതുകൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്ന അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ പരിശീലനം നേടുന്ന കുട്ടികളടക്കം കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിച്ച് വേണം ഇത്തരത്തിൽ ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ. ഒപ്പം സ്വിമ്മിംഗ് പൂളും സമയബന്ധിതമായി സമയോചിതമായി കൃത്യമായി ഈ അണുവിമുക്തമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്യുക എന്നീ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തായാലും ചെളിയിൽ കളിക്കുമ്പോഴും മറ്റുമൊക്കെ കുട്ടികൾ അതീവ ശ്രദ്ധ ചെലുത്തണം, അല്ലെങ്കിൽ ചെളിയിൽ കളിക്കുന്നത് ഒഴിവാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ
ഉന്നതതല യോഗം ചേരുകയും ഇതിനുള്ള നിർദ്ദേശങ്ങൾ പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കുട്ടികളിൽ മാത്രം ബാധിക്കുന്ന ഒരു രോഗമായി ഇത് കാണുന്ന സാഹചര്യത്തിലും 3 മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത ഈ രോഗത്തിൽ കാണിക്കണം എന്ന് ഉള്ള അഭ്യർത്ഥനയും സർക്കാർ നൽകിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ കുട്ടികൾ നമ്മൾ കോഴിക്കോടാണല്ലോ അനീഷ് പ്രധാനമായും ഇത്തരം രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. മറ്റു ചില മലപ്പുറം പോലെയുള്ള സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഭീതിജനകമായ ഒരു സാഹചര്യം കോഴിക്കോടാണെന്ന് മനസ്സിലാകുന്നു. ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്നിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രി ഇന്നലെ ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടോ? ഇത്തരം ജലാശയങ്ങൾ വൃത്തിയാക്കേണ്ടതുണ്ട്, കുട്ടികളെ ഇത്തരം സ്ഥലങ്ങളിൽ വിടുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഒരു മരണത്തിലേക്കൊക്കെ ഈ സംഗതികൾ പോവുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. രോഗം എന്നതിനപ്പുറം അതൊരു ജീവനെ പോലും എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക എന്നത് ചെറിയ കാര്യമല്ല. സ്വാഭാവികമായും അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം, ജാഗ്രത പുലർത്തണം. അതിനെന്തൊക്കെ തയ്യാറെടുപ്പുകൾ ജില്ലാ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രഞ്ജിത്ത്, തീർച്ചയായും കേസുകൾ കോഴിക്കോടല്ല ആദ്യഘട്ടത്തിൽ വന്നത്. കാരണം സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് വിശേഷിപ്പിക്കും. കാരണം മലപ്പുറം ജില്ലയിലെ ആണ് ആദ്യം. മലപ്പുറം ജില്ലയിൽ ആ കുട്ടി താമസിച്ചിരുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു കുളത്തിൽ പുഴയിൽ കുളിച്ച ശേഷമാണ് ആ കുട്ടിക്ക് രോഗം വന്നത്. മറ്റൊരു കേസ് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളതാണ്. ആ കുട്ടിയും കോഴിക്കോടല്ല, മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനായി സ്കൂളിൽ നിന്നും പോയപ്പോൾ സ്വകാര്യ കുളത്തിൽ കുളിച്ചിടത്തു നിന്നും രോഗം പകർന്നത് ആവാം എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. ഒപ്പം വീട്ടുകാർ പറഞ്ഞതും അങ്ങനെ യാത്രയ്ക്ക് പോയപ്പോൾ സ്വകാര്യ കുളത്തിൽ നിന്നും കുളിച്ചിരുന്നു എന്നാണ്. അതായത് 2 കേസുകളും കോഴിക്കോട് ജില്ലയ്ക്ക് പുറത്തുള്ളതാണ്. പക്ഷെ അവ ചികിത്സിക്കാനായി കോഴിക്കോട് എത്തിച്ചു എന്നുള്ളതാണ്. ഇതിൽ 3ാമത്തെ ഒരു കേസ് ഫറൂഖിൽ വന്നതും ഇപ്പോൾ 4ാമത് സ്ഥിതിക്കും 2 കേസുകൾ കോഴിക്കോട് ജില്ലയിലുമുണ്ട്. അതും കോഴിക്കോട് ജില്ലയുടെ 2 ഭാഗങ്ങളാണ്. ഒന്ന് വടകര ഭാഗത്തേക്ക് പോകുന്ന പയ്യോളിക്കടുത്തുള്ള തിക്കൊടി എന്ന സ്ഥലം, അവിടുത്തെ കുളത്തിൽ നിന്നും പകർന്നിരിക്കുന്നു. മറ്റൊന്ന് ഫാറൂഖിലെ അച്ചൻകുളം എന്ന കുളത്തിൽ നിന്നും പറഞ്ഞിരിക്കുന്നു. അതായത് വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര ഇടങ്ങളിലേക്ക് ഇത് പടർന്നിരിക്കുന്നു. അപ്പം അത്തരം ഇടങ്ങളിൽ നിന്നും ഈ കുട്ടികൾക്ക് രോഗം പകർന്നിരിക്കുന്നു. അതുകൊണ്ട് എല്ലായിടത്തും തുല്യമായൊരു ജാഗ്രത ഇക്കാര്യത്തിൽ വേണമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഒരു കേസ് മലപ്പുറത്താണെങ്കിൽ മറ്റൊരു കേസ് മൂന്നാറാണ്, പിന്നീട് കേസ് വരുന്നത് ഫാറൂഖിലും തീക്കൊടിയിലും വരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത സംസ്ഥാനത്ത് എല്ലാ ഇടങ്ങളിലും കാണിക്കണമെന്ന നിർദ്ദേശം തന്നെയാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. ഏത് ഇടത്തിലെ കുളത്തിലാണ് അല്ലെങ്കിൽ ഏത് ജലാശയത്തിലാണ് ഇത്തരം ഈ അമീബിക് ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടാവുക എന്നത് പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഉപ്പുവെള്ളത്തിലടക്കം ഈ ബാക്ടീരിയക്ക് നിലനിൽക്കാനുള്ള സാഹചര്യം കുറവാണ്. ഒപ്പം ഈ കൃത്യമായി ക്ലോറിനേഷനും മറ്റുമൊക്കെ നടത്തി ജലചക്രമണം നടത്തുന്ന ഇടത്തെ കുളങ്ങളിലും മറ്റുമൊക്കെയും ഈ വെള്ളത്തിന് നിലനിൽക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് എല്ലാ ജലാശയങ്ങളിലെയും ഒഴുക്കില്ലാതെ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ ഈ അമീബയുടെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇത് ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം എല്ലായിടത്തും ഒരുപോലെ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. പ്രത്യേകിച്ചും ഈ പൂളുകളിലെയും മറ്റും വെള്ളമൊക്കെ കൃത്യമായ ക്ലോറിനേഷൻ നടത്തിയ ശേഷം മാത്രം ഉപയോഗിക്കുക. പൊതുജലാശയങ്ങളിലെ വെള്ളം ഉപയോഗിക്കുമ്പോൾ കൃത്യമായ മുന്നൊരുക്കങ്ങൾ, അതായത് ഈ മുഖം മറച്ച് അല്ലെങ്കിൽ ഈ മൂക്കിലൂടെയും ചെവിയിലൂടെയും മറ്റുമൊക്കെ വെള്ളം ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മുൻകരുതൽ സംവിധാനങ്ങൾ എടുത്ത ശേഷം കുളത്തിലും മറ്റുമൊക്കെ ഇറങ്ങി കുളിക്കുക. കുട്ടികൾ പരമാവധി മുന്നൊരുക്കങ്ങൾ നടത്തിയ ശേഷം മാത്രം കുളിക്കുക. ഒപ്പം ചെളിവെള്ളം ഒരുപാട് നാളായി കെട്ടിക്കിടക്കുന്നു അല്ലെങ്കിൽ വല്ലാതെ മാലിന്യപൂരിതമായ കുളത്തിലും മറ്റുമൊക്കെ കുളിക്കുന്നത് കുട്ടികൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്നീ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഒപ്പം ഈ ഇത്തരം കുളങ്ങളിലും മറ്റുമൊക്കെ ജലാശയങ്ങളിലും മറ്റുമൊക്കെ കുളിച്ച ശേഷം എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായാൽ അല്ലെങ്കിൽ പനി പോലുള്ള ചെറിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പോലും കൃത്യസമയത്ത് തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടണം എന്ന നിർദ്ദേശം നൽകുന്നുണ്ട്. കാരണം നമുക്കറിയാം, പലപ്പോഴും കുളത്തിലൊക്കെ കുളിച്ചു കഴിയുമ്പോൾ വിനോദസഞ്ചാരത്തിന് മറ്റുമൊക്കെ പോകുമ്പോൾ കുളത്തിൽ കുളിച്ച ശേഷം വീട്ടിലേക്ക് എത്തിയാലും വെള്ളം മാറി കുളിച്ചതാണ് അല്ലെങ്കിൽ യാത്രയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എന്നൊക്കെ കരുതി ഒരു അലംഭാവം ആളുകളുടെ ഭാഗത്തുനിന്നും ആശുപത്രിയിലൊക്കെ പോകുന്നതുണ്ടാവും. പക്ഷേ അത്തരത്തിലുള്ള യാതൊരു സ്വയം ചികിത്സയും തേടാതെ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ പോവുകയും ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒപ്പം ഇത്തരം ജലാശയങ്ങളിൽ കുളിക്കുകയും ചെയ്തെങ്കിൽ അക്കാര്യം വേഗം പറയുകയും ചെയ്യുക. കാരണം നമുക്ക് ഫറൂഖ് സ്വദേശിയായ മൃദുൽ എന്ന കുട്ടിയുടെ കാര്യം തന്നെ, ആ കുട്ടി വളരെ സമർത്ഥനായ ഫുട്ബോൾ കളിക്കുന്ന വളരെ മിടുക്കനായ കുട്ടിയായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴും പിന്നീട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോഴും ഒന്നും ഈ കുളത്തിൽ കുളിച്ച
കാര്യം പറഞ്ഞിരുന്നില്ല എന്നാണ് മൃദുലിൻ്റെ ബന്ധുക്കൾ തന്നെ പറയുന്നത്. പിന്നീട് ഈ സ്വകാര്യ ആശുപത്രിയിൽ ചെന്നപ്പോൾ ചികിത്സയുടെ ഭാഗമായി ഓരോന്നോരോന്ന് ചോദിച്ചപ്പോഴാണ് കുട്ടി ഇത്തരത്തിൽ ഈ കുളത്തിൽ കുളിച്ച കാര്യം, അച്ഛൻ കുളത്തിൽ കുളിച്ച കാര്യം പറയുന്നത്. ഇതേ തുടർന്നാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ പരിശോധനകൾ നടത്തുകയും രോഗസ്ഥിരീകരണം നടത്തുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും വിലപ്പെട്ട 4-5 ദിവസം നഷ്ടപ്പെട്ടിരുന്നു. കുട്ടിയുടെ നില വളരെ പെട്ടെന്ന് ഗുരുതരമായി മാറുകയും തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് നിലയ്ക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. പക്ഷേ നമ്മളിപ്പോൾ ചികിത്സയിലിരിക്കുന്ന കുട്ടിയുടെ കാര്യം വളരെ പെട്ടെന്ന് തന്നെ രോഗം കണ്ടെത്താൻ കഴിയുകയും അതിനുള്ള ചികിത്സകൾ നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ കേസ് ഇപ്പോൾ ആശാവഹമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. മരുന്നുകളോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പോസിറ്റീവായ വാർത്ത തന്നെ വരും മണിക്കൂറുകളിൽ പുറത്തേക്ക് കൊടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഡോക്ടർമാർക്കും നമുക്കുമൊക്കെ ഉള്ളത്. MS സനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന ഒരു അപൂർവ രോഗം അത് കേരളത്തിലെ വിവിധ ജില്ലകളെ ബാധിച്ചിരിക്കുന്നു. മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കുട്ടികൾ ജാഗ്രത പാലിക്കണം എന്നാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകുന്നത്. കെട്ടിക്കിടക്കുന്ന കുളങ്ങൾ, ഈ ജലാശയങ്ങൾ, ഒപ്പം മാലിന്യം നിറഞ്ഞ കുളങ്ങൾ ഒക്കെ അവിടെയൊക്കെ ഇറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും മറ്റും സൂക്ഷിക്കണം. ജീവനെടുക്കുന്ന തരത്തിലേക്ക് ഈ അസുഖം മാറുന്നത് ഒട്ടും ഭൂഷണമല്ല എന്നുള്ളതാണ്. മുൻകരുതലുകളും ജാഗ്രതയും മറ്റും ഇതുമായി ബന്ധപ്പെട്ട് വേണം താനും. നമുക്ക്